ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റാണ് പരിചയപ്പെടുന്നത്. നമ്മളിതിനു മുന്നേ ഈ ചെടിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നിറയെ മുട്ടുകളായിരുന്നു. ഇപ്പം എല്ലാം പൂക്കളായിട്ട് മാറിയിട്ടുണ്ട്. ചെടി കൊന്നയാണ്, വെള്ളക്കൊന്ന, മണിക്കൊന്ന എന്നൊക്കെ അറിയപ്പെടുന്ന ക്ലെറോഡെൻഡ്രം സ്മിതിയാനം എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റാണ്. ഈ പ്ലാന്റ് ഫ്ലവറിങ് ആവുന്ന ടൈമാണിപ്പോൾ. നമ്മുടെ കൊന്ന ചെടികളെ പോലെ തന്നെയാണ് ഇതിൽ പൂക്കളുണ്ടാകുന്നത്. നിറയെ പൂക്കളുണ്ടാവും. ഇതേപോലെ 2-3 ആഴ്ച കഴിയുമ്പം പൂക്കൾ കൊഴിഞ്ഞു പോകും. അത്യാവശ്യം ഉയരത്തിൽ വളരുന്ന ഒരു ചെടിയാണിത്. എന്നാൽ നമുക്ക് കുറ്റിച്ചെടിയായിട്ട് വളർത്താം. ചട്ടിയിലൊക്കെ ഈ ചെടി വളർത്താവുന്നതാണ്. അപ്പോൾ നമ്മൾ നട്ടുകൊടുത്തുള്ളത് രണ്ടും നിലത്ത് തന്നെയാണ്. നിലത്ത് നട്ടുകൊടുത്തുള്ള ചെടികളിലൊക്കെ ഇതേപോലെ നിറയെ പൂക്കൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 5-6 അടി ഹൈറ്റിന് മുകളിൽ ഈ ഒരു ചെടി വളർന്നു വന്നിട്ടുണ്ട്. വളരുന്നതനുസരിച്ച് ചെടിയിൽ നിറയെ പൂക്കളും ഉണ്ടാവും. ഈ ചെടിയുടെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ തണ്ട് മുറിച്ച് നട്ടിട്ടാണ് ചെടികൾ വളർത്തിയെടുക്കാറ്. ചെടി മഴക്കാലത്താക്കാവുന്ന സമയത്ത് ഇതിൻ്റെ ചുവട്ടിൽ നിറയെ തൈകൾ അല്ലാതെ പൊട്ടി മുളച്ച് വരുന്നതായിട്ട് കാണുന്നുണ്ട്. തണ്ട് നമുക്ക് മുറിച്ച് നട്ടാൽ നല്ല രീതിയിൽ പിടിച്ച് കിട്ടുന്നുണ്ട്. മഴക്കാലത്തൊക്കെ ആകുമ്പം ഇതിൻ്റെ തണ്ട് മുറിച്ച് നട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പിടിച്ച് കിട്ടുകയും ചെയ്യും. നമ്മൾ ചെടി നട്ട് 1 വർഷം കഴിയുമ്പോഴേക്കും അതിൽ പൂക്കളൊക്കെ ആയി മാറും. 1 വർഷം പ്രായം എത്തുന്നതിന് മുന്നേ തന്നെ നമുക്കിതിൽ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. വലിയ കൊമ്പുകളൊക്കെയാണ് നമ്മൾ മുറിച്ച് നടന്നെങ്കിൽ വേര് പിടിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ സമയമാകുന്ന സമയത്ത് ഡിസംബർ തൊട്ട് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ വരെ ഈ ചെടിയിൽ പൂക്കളുണ്ടാവും. ഇപ്പോൾ നമ്മൾ പൂക്കളുണ്ടായിട്ട് ഏകദേശം 2 മാസത്തോളമായി. ഇനിയും ഇതിൽ മുട്ടുകൾ വിരിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പം അത്രയും നല്ലൊരു ഭംഗിയുള്ളൊരു പ്ലാന്റും കൂടിയാണ്. നമ്മൾ മുറ്റത്തൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. നമ്മൾ കണിക്കൊന്നകളൊക്കെ വെക്കുന്ന രീതിയിൽ ഈ ഒരു ചെടി നട്ടു കൊടുക്കാവുന്നതാണ്. നടുന്ന സമയത്ത് പ്രത്യേകിച്ച് വളങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കാറുള്ളത് ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ നട്ട് കൊടുക്കാറ്. ചട്ടികളിലാണെങ്കിലും ആ രീതിയിൽ നട്ട് കൊടുത്താൽ മതി. പിന്നെ അധികം വെയിലൊക്കെ ആണെങ്കിലും നമ്മൾ നനച്ച് കൊടുക്കുക ചെയ്യാൻ മാത്രം മതി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ചെടിയുടെ പ്രത്യേകതയാണ്, നമ്മൾ ചെടി എവിടെയാണ് നട്ടിട്ടുള്ളത് അതിൻ്റെ ചുവട്ടിൽ കൂടി നിറയെ തൈകൾ ഉണ്ടാവും എന്നുള്ളതാണ്. ആ തൈകൾ പറിച്ച് നട്ടിട്ട് നമുക്ക് ഇതിൻ്റെ പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ഈ കാണിച്ചിട്ടുള്ള പ്ലാന്റുകളൊക്കെ നട്ടു കൊടുത്തിട്ട് ഏകദേശം 2 വർഷത്തോളമായി. അപ്പം കഴിഞ്ഞ വർഷം ചെറിയ രീതിയിൽ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. ഈ വർഷം ചെടി ഒന്നുകൂടി പടർന്ന് വലുതായിട്ട് നിറയെ പൂക്കളായി മാറിയിട്ടുണ്ട്. മഴക്കാലത്ത് പൂക്കൾ കാണാറില്ല. ഇങ്ങനെ മഴ കഴിഞ്ഞ് ഒരു വേനലായി വരുന്ന സമയത്താണ് ഇതിൽ പൂക്കളുണ്ടാവുക. പൂക്കളുണ്ടായിക്കഴിഞ്ഞാൽ 4-5 മാസം ഇതിൽ പൂക്കൾ ഇതേപോലെ മുട്ടകളും പൂക്കളും ഒക്കെ ആയിട്ട് വിരിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ നമുക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.